ദുബായ് വ്ളോഗ്സ് ഡേ 1 പാർട്ട് 2 നമ്മളങ്ങനെ അൽസീഫ് എന്ന് പറയുന്ന സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ വീണ്ടും അടുത്തതായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന മെട്രോ സ്റ്റേഷൻ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. സോ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഒരു 10 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ ബുർജുമാൻ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷന് അടുത്തെത്തും. സോ അവിടെ നിന്ന് കയറി ആദ്യത്തെ പ്ലാൻ നമ്മൾ ഇപ്പം മെട്രോ കാർഡ് എടുക്കുക. അതിന് ടിക്കറ്റ് ഓഫീസിൽ നിന്ന് മെട്രോ കാർഡ് എടുത്തു. 25 AED കൊടുത്തു. 25 AED കൊടുത്തപ്പോൾ 25 AED കാർഡിനകത്ത് കാണും. നമുക്ക് കാർഡ് ഫ്രീ ആണ് ടോട്ടലി. സോ ഗവൺമെൻറ് റിലേറ്റഡ് എല്ലാ ട്രാൻസ്പോർട്ടേഷനിലും നമുക്ക് ഈ കാർഡ് യൂസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. സോ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി മെട്രോ സ്റ്റേഷനിലോട്ട് എത്തി. സോ നമ്മളിപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുർജുമാൻ തൊട്ട് അങ്ങനെ നെക്സ്റ്റ് എൻഡ് UAE എക്സ്ചേഞ്ച് ആണ് ലാസ്റ്റ് സ്റ്റോപ്പ്. സോ അവിടെ വരെ പോകുന്ന വഴി എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആദ്യം അതൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. തിരക്ക് പറഞ്ഞ മെട്രോയിൽ കയറാമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് നിൽക്കുകയാണ്. ഒരു 3ാമത്തെ മെട്രോ ആയി. എല്ലാ 2 മിനിറ്റും ഓരോ മെട്രോ വരുന്നുണ്ടെങ്കിലും എല്ലാത്തിലും നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെട്രോയിലൂടെയുള്ള വ്യൂ ഒക്കെ ഒന്ന് കാണാം. നമ്മളങ്ങനെ ഒരു കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ആദ്യം കണ്ട ടൂറിസ്റ്റ് സ്പോട്ടാണ് ദുബായ് ഫ്രെയിം. ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇതിൻ്റെ മേളിൽ കയറിയിട്ട് നമുക്ക് ഒരു സൈഡിൽ കൂടി നോക്കുമ്പം പഴയ ദുബായും മറ്റൊരു സൈഡിൽ കൂടി നോക്കുമ്പോൾ പുതിയ ദുബായും കാണാനാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ നാളെ പോയിട്ട് ഇടുന്നതാണ്. ഓക്കെ ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് കണ്ടത് കുറേ ടൈപ്പ് ഓഫ് ബിൽഡിങ്സ്. നമ്മൾ ഇതുപോലെ വെറൈറ്റി ബിൽഡിങ്സ് കുറേ നമ്മൾ കാണാൻ പറ്റി. സോ ഒരേപോലത്തെ ബിൽഡിംഗ് എനിക്ക് വേറെ കാണാൻ പറ്റില്ല. അതാണ് ഇവിടെ മെയിൻ അട്രാക്ഷൻ. പിന്നെ അടുത്തത് നമ്മുടെ മ്യൂസിയം ഓഫ് ദുബായ്, മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ എന്നറിയപ്പെടുന്ന ടൂറിസ്റ്റ് സ്പോട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് പല ടൈപ്പ് ഫ്ലാറ്റല്ല ബിൽഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരേപോലത്തെ വേറൊരു ബിൽഡിംഗ് ഞാൻ കാണാൻ പറ്റില്ല. അതാണ് എനിക്ക് വീണ്ടും ഒരു അത്ഭുതമായിട്ട് തോന്നിയത്. പിന്നെ കണ്ടോ ഇതുപോലത്തെ പല ടൈപ്പ് ബിൽഡിംഗ് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഒരേപോലത്തെ ബിൽഡിംഗ് വീണ്ടും വേറൊരെണ്ണം കാണത്തില്ല അവിടെ. പിന്നെ അടുത്തായി കാണുന്നതാണ് നമ്മുടെ ബുർജ് ഖലീഫ. ഇത്രയും ദൂരത്തുനിന്ന് കാണുന്നുണ്ടാണ് ഗൈസ് ഈ ബിൽഡിങ്ങിൻ്റെ സെയിം ലെവലായിട്ട് തോന്നുന്നത്. നമ്മളവിടെ കുറച്ച് അപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ ബിൽഡിങ്ങാണ് ബുർജ് ഖലീഫ. സോ ഇതൊക്കെയാണ് ഗൈസ് നമ്മൾ മെട്രോയിൽ കൂടി എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ. പല ടൈപ്പ് ഓഫ് ബിൽഡിങ്സും, ദുബായ് ഫ്രെയിം, മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ, പിന്നെ ബുർജ് ഖലീഫ, പിന്നെ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ. സോ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.